ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഉണ്ടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനപ്പോൾ നാട്ടിൽ നിന്ന് വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള സജഷൻസ് കുറച്ച് പേരിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാവരും ചെയ്യണപ്പോൾ തന്നെ എനിക്ക് പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം. പിന്നെ നമുക്ക് ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കണമെന്നും പിന്നെ രാവിലെ എഴുന്നേറ്റില്ല സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. ഫേസൊക്കെ ഒന്ന് നന്നായി കഴുകി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോണത് സ്കിൻ കെയർ ആണ്. ഞാൻ വലിയ സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷെ ഡെയിലി മോയ്സ്ചറൈസിങ് ആയാലും സൺസ്ക്രീൻ ആയാലും യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് യൂസ് ആക്കണതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഡോക്ടറെ കണ്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റുന്നതായിരിക്കില്ല, ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ സ്കിന്നിന് ഉണ്ടാവുക. അപ്പോൾ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സജസ്റ്റായിട്ട് പറയാതിരുന്നത്. നമ്മളാരും ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ, നമ്മളെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. പിന്നെ പിമ്പിൾസിൻ്റെ ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ആക്കാറുണ്ട് ഡെയിലി. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതാണെങ്കിലും സൺസ്ക്രീമൊക്കെ യൂസ് ആക്കണം നല്ലതാണ് കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ആക്കുന്ന ആളാണ്. എൻ്റെ മറ്റ് സൺസ്ക്രീൻ തീർന്നു പോയി. സൺസ്ക്രീം എന്നാണ് ഞാൻ പറയണത്. അത് കുറേ പേര് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീനാണല്ലേ ശരിക്കും, എനിക്കൊന്നും അറിയില്ലപ്പാ. ഞാനൊക്കെ ഇതൊക്കെ ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ കുറച്ചാളായിട്ടാണ് സ്കിന്നൊക്കെ കെയർ ചെയ്യണത്. അല്ലെങ്കിൽ ഒന്നും ഇടലിട്ടായിട്ടില്ല. തണുക്കുന്ന സോപ്പും കൊണ്ട് തന്നെ കുളിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് വലിയ പറഞ്ഞു തരാനൊന്നും അറിയില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറ് ഞാൻ ഓൾറെഡി എഴുന്നേറ്റപാടെ വെച്ചു. കാരണം ചേച്ചിക്ക് പനിയാണ്, അതുകൊണ്ട് ചേച്ചിക്ക് കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറുണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാറും തോരനൊക്കെ ഉണ്ടാക്കാനാണ് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ക്രീമൊക്കെ തേക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗുണമില്ല ഗൈസ്. പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും റിസൾട്ട് കിട്ടിയാലോ വെച്ചിട്ട് എപ്പോഴും ഡെയിലി യൂസ് ആക്കണതാണ്, അല്ലാണ്ട് ഒരു ഗുണമില്ല ഇതിനെ കൊണ്ട്. പിമ്പിൾസിൻ്റെ ഒക്കെ ഒരുപാട് ഓയിൽമെൻ്റ് ഒക്കെ രാവിലെ എണീറ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പിമ്പിൾസിൻ്റെ പോയപ്പോൾ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ സാധനം ഞങ്ങൾ യൂസ് ആക്കിയിട്ടും പോയില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അവർ പറഞ്ഞ പോലെ ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും മേ ബി എൻ്റെത് കുറഞ്ഞത്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും എന്തായാലും. ഓക്കെ, ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണിയിലേക്കൊക്കെ കിടക്കാൻ. എന്തായാലും എനിക്ക് പുറത്തൊന്നും പോകാനൊന്നുമില്ല. ഇനി ഞാൻ മുടി കളർ ചെയ്താലോ എന്നൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം, പറയൂ. ഇപ്പം നമ്മൾ നേരെ അടുക്കളയിൽ കയറാൻ പോവുകയാണ്. വല്ലതും തിന്നിട്ട് വേണം ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ. രാവിലെ അങ്ങനെ ഹെവി ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല. ഉച്ചയ്ക്ക് ഞാൻ അത്യാവശ്യം കഴിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ബസ്ക്കറ്റ് എവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ അപ്ലൈ ചെയ്തു. നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. നമ്മൾ ജോലിയിലേക്ക് പോവാം. ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സാമ്പാറാണ്. സാമ്പാറൊന്നും പറയാൻ പറ്റില്ല, പരിപ്പിൽ കുറച്ച് കഷ്ണം മുറിച്ചിട്ടതെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് അത് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ച സംഭവങ്ങളാണ് കേട്ടോ. മാഗി മാത്രം ഉണ്ടാക്കി ജീവിച്ചവളായിരുന്നു ഞാൻ. അമ്മ തരുന്നതൊക്കെ തിന്ന് സുഖമായിട്ട് ജീവിച്ചവളായിരുന്നു ഞാൻ. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പം ഞാൻ പലർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഒക്കെ വലിയ മാറ്റം തന്നെയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, എല്ലാം വിധിയുടെ വിളയാട്ടം. നമ്മൾ ആദ്യം സാമ്പാറിലേക്കുള്ള വലിയ വലിയ കഷ്ണങ്ങളൊക്കെ, അതായത് വേവാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമ്മൾ ആദ്യം കുക്കറിലിട്ട്
ഇതാക്കും. അതുകൊണ്ടാണ് ആദ്യം അതൊക്കെ അരിയണം. ഇത് അന്ന് സാമ്പാറിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്ത് കളയാനും പറ്റില്ലല്ലോ. വേറെ ഒരു കറി ഉണ്ടാക്കാനും എനിക്കറിയില്ല. ഐ മീൻ ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് വേറെ കറി ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് സാമ്പാർ തന്നെ വെക്കാൻ വിചാരിച്ചു. സാമ്പാർ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഇരുന്നോളുമല്ലോ. അപ്പോൾ 2-3 ദിവസത്തേക്ക് ചാറ് കറിയൊന്നും ഉണ്ടാക്കണ്ട. അതാണ് എൻ്റെ ഐഡിയ. ഇതിൻ്റെ തൊലി കളയാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം കമൻറ്റ് വരും, ചേച്ചി ഇതിൽ അതിൻ്റെ തൊലി കളഞ്ഞത്. ആ തൊലി കളഞ്ഞിട്ടാണ് ആ സാധനം അല്ലാതൊക്കെ വരും. എനിക്കറിയില്ലേ നിങ്ങളെ കാര്യങ്ങൾ. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ചത്തില്ല എന്നുള്ള അവസ്ഥയിലായി. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ തിളക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ പയറുപ്പേരി തിളക്കുന്നുണ്ട്. പയറുപ്പേരി എന്നൊന്നും പറയാൻ പറ്റില്ല. മിശ്രിതം ഓഫ് പയറ്, പിന്നെ ചതുരപ്പയർ, പിന്നെ വെണ്ടക്ക, കോയക്ക, വൈനിങ്ങ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഉപ്പേരി വെച്ചിട്ടുള്ളത്. വെറുതെ കളയണ്ടല്ലോ, എല്ലാം കൂടിയിട്ട് ഒരു ഉപ്പേരിയാക്കി. അമ്മ എങ്ങനെ ആക്കലുണ്ട്, അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ആവില്ലെങ്കിലും നമ്മളൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് ഇപ്പോഴും കഴിക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എന്താ പഠിക്കുന്നതെന്നും എന്താ കോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ആസ്മി ക്വസ്റ്റനിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോബ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ടീം ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഇപ്പോൾ കോഴ്സ് ചെയ്യുകയാണ്. ECPC എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം, അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ടീം ഇൻ്റർവെല്ലിൻ്റെ ECPC എന്നുള്ള കോഴ്സാണ് ചെയ്യുന്നത്. അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 100% പ്ലേസ്മെൻ്റ് ആണ് ഇവർ പറഞ്ഞത്. പിന്നെ 1 ഇയർ കോഴ്സാണ് നമുക്ക് ഉണ്ടാവുക. 6 മാസം നമുക്ക് ക്ലാസ് ഉണ്ടാവും. പിന്നെ 6 മാസം ഇന്റേൺഷിപ്പ് വിത്ത് പേഴ്സണൽ ട്രെയിനിങ് ആണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ചൈൽഡ് സൈക്കോളജിയാണ് കേട്ടോ. പിന്നെ ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിപ്പോൾ ഒരു ടീച്ചറോടുള്ള ഒരു പേടി സംഭവങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം അത്രയും നല്ല രീതിക്ക് ക്ലിയർ ആയിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും പിന്നെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് ഇടപഴകുന്നതും. പിന്നെ ഇവിടെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ. KG കോഴ്സ്, ലിറ്റിൽ ജെനി, ക്ലാസ് റൂം കോഴ്സ്, ഫൗണ്ടേഷൻ കോഴ്സ്, ക്രാഷ് കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ KG കോഴ്സ് എന്നൊക്കെ പറയുന്നതാണ് 3 വയസ്സ് മുതൽ 4 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ്. 1 ഇയർ കോഴ്സാണ് അത് വരിക. പിന്നെ ലിറ്റിൽ ജെനി ആണെങ്കിൽ 3.5 വയസ്സ് മുതൽ 7 വയസ്സുള്ള കുട്ടികളുടെ സ്പെല്ലിങ്, പിന്നെ 5 ലെറ്റർ വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് 100% പ്ലേസ്മെൻറ്റ് ഇവർ അഷുറൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്കിപ്പോൾ ഇനി പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് അവിടുന്ന് തരുന്നത്. മാത്രമല്ല അതിനുള്ള അസിസ്റ്റൻസും അവർ തരുന്നുണ്ട് പ്ലേസ്മെൻറ്റിനുള്ളത്. ഇതിനൊക്കെ പുറമെ നമ്മുടെ KG കോഴ്സ്, ലിറ്റിൽ ജെനി കോഴ്സസൊക്കെ പഠിച്ചവരാണ് ഇപ്പോൾ അവിടെ ട്യൂട്ടേഴ്സായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വീട്ടിലിരുന്നുകൊണ്ടാണ് പഠിക്കണതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്നത്. അതിപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പുറത്ത് പോയി ജോലി ചെയ്യുക, ഇൻകം ഉണ്ടാക്കുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ആൾക്കാർക്കൊക്കെ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ടീം ഇൻ്റർവെല്ലിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും കൂടിയുണ്ട്. കാരണം അവർ സോഷ്യൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എനിക്കായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കൊരു 1 ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും അവർ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവർ കോൺടാക്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അടിപൊളിയായിട്ടുള്ള കോഴ്സാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കെന്തായാലും യൂസ്ഫുൾ ആയതുകൊണ്ട് തോന്നിയോണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ആക്കിയത്. എനിവേ താങ്ക് യു സോ മച്ച് ടീം ഇൻ്റർവെൽ. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ആ ഒരു സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു സജഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ച് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതുള്ളതാണ്. നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വിശക്കണുണ്ടായില്ല. ഞാൻ രാത്രി നല്ല ലേറ്റായിട്ടാണ് കിടന്നത്, ഒരു 4:30 ആകുമ്പോൾ കിടന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നതുകൊണ്ട് എനിക്ക് വിശക്കണുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ സാമ്പാറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചേച്ചിയും ചേട്ടനൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കണു. സാമ്പാറിൻ്റെ പരിപ്പ് കൊള്ളാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് എൻ്റെ സാമ്പാർ കൊള്ളാത്തല്ല. പിന്നെ ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ,
പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ മല്ലിക്കുത്തും സത്യം സത്യം. നാളത്തേക്ക് ശരിയാവുമായിരിക്കും. ഉറങ്ങരുതേ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു സിനിമ കണ്ടിട്ട് വെറുതെ ഒന്ന് കിടന്നത്. ഇന്ന് എവിടെ പോകാനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി ഇന്ന് ഫുള്ള് ബോറിംഗ് ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ വെച്ചു എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ വെച്ചായിരുന്നു. പക്ഷെ ഉറങ്ങിപ്പോയി, സിനിമ കണ്ടിട്ട് തന്നെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പാടെ ഒരു കട്ടൻ ചായ ഇട്ടു, ഒരു ചായ കുടിക്കണം. പിന്നെ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് അലക്കാനുണ്ട്, പിന്നെ ഫ്രഷ് ആവണം, കുളിച്ചിട്ട് ഇനി വിളക്ക് വെക്കാനൊക്കെ ഉണ്ട്. അപ്പം അടുത്ത പരിപാടി അതാണ്. അപ്പം ഒരു ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ വേണം പറയാം. എനിക്ക് ഇന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുമില്ല. നിങ്ങളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച ദിവസം എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനുമില്ല, പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. എന്നാലും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള അടിച്ചു വാരൽ തുടക്കൽ പരിപാടിയിലേക്ക് പോകട്ടെ. താത്ത ഈ വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ഓവറായിട്ട് ആരോടത്തും ഷെയർ ആക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ച് ദൈവങ്ങളോട് പറയും. അവരത് കേട്ട് എനിക്ക് അതിലൊരു സൊല്യൂഷൻ തരുന്നോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും, എനിക്ക് ലൈഫിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവും എന്നുള്ളൊരു പൊട്ടത്തര ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കെന്തോ ഒന്ന് ഭയങ്കര ഒരു സേഫ് ഫീൽ ചെയ്യും ഇവരടുത്ത് സംസാരിക്കുമ്പോൾ. പിന്നെ ഓപ്പണായി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാൻ അന്തായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇങ്ങനെ എന്താണ് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. പക്ഷേ ദൈവമുണ്ട്, അതേപോലെ ബാക്കിയുള്ള നെഗറ്റീവ് എനർജി ഉണ്ട്, അങ്ങനെ ഒരു തോട്ടിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. എനിക്കൊരു മനസ്സമാധാനമാണ്. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ഫീലിങ്ങായിട്ട് എനിക്കൊരു സമാധാനമാണ് കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം, ഈ വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം എൻ്റെ ലൈഫിലൊരു പാർട്ട് തന്നെയാണ്. അതിപ്പം കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയെന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ എനിക്കങ്ങനെ മൂവ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഞാൻ ഭയങ്കര ഐശ്വര്യമൊക്കെ ഉള്ളത്. എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കാണുന്ന സംഭവമായിരിക്കും എൻ്റെ ക്ലീനിങ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര അവിടെ ഇവിടെയൊക്കെ പൊടി കെട്ടിയാൽ അല്ലെങ്കിൽ തുണിയൊക്കെ മടക്കി വെക്കുക, അടുക്കള ക്ലീനൊക്കെ, എന്താണെന്നറിയില്ല. ഞാൻ ചില ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഹോസ്റ്റലിൽ പോയാലും ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം തുണി അലക്കണ്ട, ഓക്കെ തുണി അലക്കിയിട്ട് വരാം, പാത്രം കഴുകുക. എന്താണെന്നറിയില്ല, എനിക്ക് ഫുള്ള് ഞാൻ പോണടുത്തായാലും ഞാൻ ഉള്ളിടത്താണെങ്കിലും എനിക്ക് ക്ലീനായിട്ട് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അലക്കാൻ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകണം. രാത്രിക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ അതിനിപ്പം ഏട്ടനും ചേച്ചിയൊക്കെ വരും, അവരുടെ കൂടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്ന് സമാധാനത്തിൽ ഉറങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാൻ. വേറെ പ്ലാനൊന്നുമില്ല തൽക്കാലത്തേക്ക്. കുറേ ഉണ്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. വിഷു കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതായത് പോണ സമയത്ത് കുറച്ച് തുണിയുടെ വെച്ചിട്ടാണ് പോയത്, അതലക്കി. പിന്നെ വന്നപ്പോൾ ഉള്ളത് മാറ്റിയിട്ടത് അലക്കി. മൊത്തത്തിൽ അലക്കായിരുന്നു. എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ എന്താണ്, ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടില്ലേ, ഈ ഒരു ഷർട്ട്, ഇതുപോലത്തെ ഒരുപാട് ടോപ്സൊക്കെ എൻ്റെ ഗുഫിയ എന്ന് പറയുന്ന ബുട്ടിക്കിലുണ്ട് കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഷെയർ ആക്കാറുണ്ട് ഗുഫിയൻ്റെ പേജ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടുമ്പോൾ അതിൽ ഓർഡേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല കോസ്റ്റ്യൂംസൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ തുണി മടക്കി വെച്ചിട്ട് ബാക്കി വർത്തമാനത്തിലേക്ക് വന്നാൽ പോരെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കൂടും. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് ചേട്ടൻ്റെ ഭാര്യയൊക്കെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് പനിയാണ്, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും വരുന്നില്ല. താഴെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ രാത്രി മടിയായതുകൊണ്ട് ഞാൻ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ.
അപ്പം വീഡിയോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒന്നൊരു ഒരു ഒരു എന്തോ ഒരു മടി പോലെ, മടി എന്നല്ല, ഒരു മൂഡ് സെറ്റ് ആവണില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. മേ ബി ഉറങ്ങി എഴുതിക്കുമ്പോൾ ശരിയാകുമായിരിക്കും ആന്ന് തോന്നുന്നു. പിന്നെ പീരിയഡ്സൊക്കെ ഡേറ്റൊക്കെ അടുത്ത് ആവാറായി. മേ ബി അതുകൊണ്ടിൻ്റെ ഒക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു 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 സുഖമില്ലായ്മ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനായിട്ടല്ലേ ഫുഡ് ഓർഡർ ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിന്ന് 2 കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ 2 ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത് ഒരു ഇതാണ്, വീട്ടിലിടുന്ന ഡ്രസ്സാണ്. മിക്കി മൗസിൻ്റെ ഡിസൈനിലൊക്കെ ട്രൗസറും ഉണ്ട്. ട്രൗസറല്ല, പാൻറ്റും ഉണ്ട്, അതിൻ്റെ ടീഷർട്ടും ഉണ്ട്. പിന്നെ എനിക്ക് അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതല്ലേ, ഇൻഡിഗോ മോഡൽ അങ്ങനെ എന്താണ് ഇതിനെ പറയാ. നല്ല മണം തുണിക്ക്, ആ ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ മണം. ഇത് 2 എനിക്കിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കണം, എന്നിട്ട് വീഡിയോസ് ചെയ്യണം, ഇതൊക്കെയാണ് പ്ലാൻ. എടുത്തെടുത്ത് തന്നെ വെക്കാം. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് ബാഗിൽ സെറ്റാക്കി വെക്കാനുണ്ട്. കുറച്ച് എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട സാധനങ്ങൾ ഞാൻ എൻ്റെ ബാഗിലേക്ക് മാറ്റാൻ പോവുക. ഒരു ട്രോളി ബാഗ് വാങ്ങിച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ട് സേഫായിട്ട് പൂട്ടി വെക്കാൻ പോവുക. അവിടെ ഇവിടെ വിളിച്ചു വാരി ഇടുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഒറ്റയ്ക്കുള്ള ലൈഫ് ബോറടിക്കാറില്ലേ ഫുഡ് ഉണ്ടാക്കാൻ പോയാലും, അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ സംസാരിക്കാനല്ലാതിരിക്കുമ്പോൾ ഒക്കെ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ശീലമായി. മാത്രമല്ല ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായാലും അല്ലെങ്കിൽ എൻ്റെ ചേട്ടനും ചേച്ചിയും താഴത്തെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത്ര എന്താ പറയുക, വലിയ ബോറടി കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് കഴിക്കാനായാലും അവർ ഫുൾ ടൈം അധികം ഇവിടെ തന്നെ ഉണ്ടാവും. കിടന്നുറങ്ങുമ്പോൾ മാത്രമേ നമ്മൾ വേറെ വേറെ ആവാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ ആരും ഇല്ലാത്തപ്പം ഒരു ഇതാവുന്നേ ഉള്ളൂ. അല്ലാത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ എപ്പോഴും എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആരുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല. നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തി ജീവിക്കേണ്ടി വരും എപ്പോഴായാലും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഒറ്റക്കാണെങ്കിൽ വൈബാണ്. എനിക്ക് അങ്ങനെയാണ് മൈൻഡ്. അങ്ങനെ ആയിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് എല്ലാവരും വേണം മീൻസ് അങ്ങനത്തെ രീതിയിലല്ല കേട്ടോ. കൂടെ ചിരിക്കാനായാലും എനിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വേണം, കരയുമ്പോൾ ആയാലും അങ്ങനത്തെ മൈൻഡായിരുന്നു. പക്ഷെ അത് മാറി. എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്യട്ടെ. ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാനാണ് പ്ലാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ച് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഉറക്കം വരുന്നുണ്ട് നല്ലപോലെ. നൈറ്റിൽ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ടോയെന്ന് മറ്റേ ആസ്മി ക്വസ്റ്റ്യനിൽ ചോദിച്ചവരോട് പറയാനുള്ളത്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എനിക്ക് ഓൾറെഡി പിമ്പിൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ക്രീംസ് കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന ഓയിൽമെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ആക്കണത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ അന്ന് ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് യൂസ് ആക്കാറ്. പിമ്പിൾസിൻ്റെ ഓയിൽമെൻറ്റ് കാര്യങ്ങൾ മാത്രമേ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. അൺഡ്രൈൻ്റെ യൂസ് ആക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ എൻ്റെ അൺഡ്രൈൻ്റെ ഇതൊന്നും എനിക്കൊരു മാറ്റം തോന്നിയിട്ടില്ല ഇതുവരെ. നല്ല കറുപ്പുണ്ട്. മേ ബി ഞാൻ ഉറങ്ങാത്തോണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര വിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ചൂടടിക്കും ഫേസിന്. പിന്നെ അൺഡ്രൈൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് യൂസ് ആക്കിയിട്ടും വലിയ മാറ്റമില്ല. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം ഇതൊക്കെ ഓയിൽമെൻ്റൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഉറങ്ങാം, കണ്ണിന് വിശ്രമമൊക്കെ കൊടുക്കണം. ഞാനിത് ഓയിൽമെൻ്റ് ഇട്ടിട്ടാണ് ഫോണിൽ ഞെക്കി കളിക്കാറ്. ഇത്രേ ഞാൻ കണ്ണിടാറുള്ളൂ. ലിപ് ബാം കാണുന്നില്ല, അതുകൊണ്ട് ലിപ് ബാം ഇടുന്നില്ല. ഓക്കെ, പിന്നെ ഇനിയിപ്പം മെയിനായിട്ടുള്ള പരിപാടി ഡയറി എഴുത്താണ്. ഇതിപ്പം കുറേ നാളായി ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഞാൻ മുത്തപ്പനോട് കാര്യങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെക്കാറാണ്. അപ്പോൾ ഇതൊരിക്കലും ആരുടെയും കയ്യിലെത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എത്തിക്കഴിഞ്ഞാൽ തീർന്ന്. കാരണം എൻ്റെ അവസ്ഥ എന്താണെന്നും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ആരും അത് അറിയാണ്ടിരിക്കണതായിരിക്കും ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ.
എൻ്റെ ഒരു പ്രൈവസിക്ക് അനുസരിച്ച് വേറെ ഇങ്ങനെ മോശം രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കാറുണ്ട്, ആരോടും പറയാണ്ട് എൻ്റെ സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ ഡയറി. ഓക്കെ, ഡയറി എഴുതണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ഗൈസ്, ലവ് യു.